ട്രസ്റ്റ് ചെയ്ത ഒരു ദൈവത്തെ ചീറ്റ് ചെയ്യരുത്. അതാണ് ദ ഗോസ്പലിൽ യേശു പറയുന്നത്. യേശു ആദ്യം തന്നെ ഉപമിക്കുന്നത് ഒരു കള്ളനായിട്ടാണ്. കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ വീട്ടുടമസ്ഥൻ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കുമായിരുന്നു, കള്ളൻ തുറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു. എന്നിട്ട് യേശു ഒന്നുകൂടെ പറയും, ഒരു യജമാനെ കണക്കാണ് മനുഷ്യപുത്രൻ. ട്രസ്റ്റ് ചെയ്ത് തൻ്റെ സെർവനോട് ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. അവനെ ഏൽപ്പിക്കുന്നത് വിശ്വസ്തനായ കാര്യസ്ഥനായതുകൊണ്ടാണ്. എന്നാൽ അവൻ ഈ വിശ്വസ്തതയ്ക്ക് അവിശ്വാസം കാണിച്ചാൽ, ഈ ട്രസ്റ്റ് ചെയ്ത ഒരാളെ ചീറ്റ് ചെയ്താൽ കൃത്യമായിട്ട് അവന് പണി കിട്ടും. അതാണ് ഗോസ്പലിൽ യേശു പറയുന്നത്. അങ്ങനെ ഒരുത്തൻ ചെയ്താൽ അവൻ അവിശ്വാസികളുടെ പട്ടികയിൽ എണ്ണപ്പെടുമെന്ന് മാത്രമല്ല, അവന് നല്ല അടി കിട്ടും. അതാണ് ഈ ട്രസ്റ്റ് ചെയ്ത ഒരാളെ ചീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ദൈവത്തിന് പോലും പുറക്കില്ല. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലേ, നമുക്ക് നൽകപ്പെട്ട ജോലി, നമ്മുടെ ബന്ധങ്ങൾ, മനുഷ്യർ, ജീവിത സാഹചര്യങ്ങൾ, അതൊക്കെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതാണ്. അതൊക്കെ എന്തുമാത്രം കരുതലോടെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, നമ്മൾ ചീറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ചീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് വലിയൊരു വേദനയാണ്, കണ്ണുനീരാണ്. ബന്ധങ്ങളുണ്ടാകുന്ന ചീറ്റിങ്, ഉത്തരവാദിത്തങ്ങളുള്ള ചീറ്റിങ്, അതൊന്നും ദൈവം പോലും പുറക്കില്ല. ഇന്ന് ഗോസ്പൽ യേശു പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ആളെ ഒരിക്കലും പറ്റിച്ച് കളയരുത്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് യൂദാസിനെയാണ്. എന്തുമാത്രം ട്രസ്റ്റ് ചെയ്താണ് കാശൊക്കെ ഏൽപ്പിച്ചത്, എന്തുമാത്രം ട്രസ്റ്റ് ചെയ്താണ് കൂടെ കൊണ്ട് നടന്നത്. എന്നിട്ട് അയാൾ സ്നേഹമെന്ന് തോന്നിപ്പിക്കുന്ന ചുംബനം കൊണ്ട് ചതിച്ചളഞ്ഞു, ചീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരുപക്ഷെ മറ്റെന്തിനെ കൊണ്ട് യൂദാസ് ചീറ്റ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. ഈ സ്നേഹമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ട് ചീറ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും സഹിക്കില്ല. അത് വലിയൊരു വേദനയാണ്. നമ്മളൊക്കെ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹമെന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളെയും കൊണ്ട് ചീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്ത ആളെ സ്നേഹിക്കണം. ട്രസ്റ്റ് ചെയ്ത ആളെ അവസാനം വരെ അവർ ട്രസ്റ്റ് കാത്തു സൂക്ഷിക്കണം. അതാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.